അന്ത്യോക്യ മൂവ്മെന്റിനെതിരായി നിന്ന് പ്രവർത്തിച്ചതായ, മലങ്കര സഭയോട് ഒത്തുനിന്ന് പ്രവർത്തിച്ചതായ CM തോമസ് അച്ഛൻ ഇന്ന് അന്ത്യോക്യൻ മൂവ്മെന്റിൽ കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കോലഞ്ചേരി പള്ളിയുടെ ഒരു വലിയ വിരോധാഭാസമായി തീർന്നിരിക്കുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കോലഞ്ചേരി പള്ളിയിൽ പ്രത്യേകിച്ചും ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന പാത്രിയർക്കീസ് വിഭാഗം നേതാക്കളുടെ പരാതിക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ തിരുമേനി? ആ വാദഗതിയിൽ ഒരു പ്രസക്തിയുമില്ല. ആരാധനാ സ്വാതന്ത്ര്യം കോലഞ്ചേരി പള്ളിയിൽ ആർക്കും നിഷേധിച്ചിട്ടില്ല. കോലഞ്ചേരി പള്ളി പണ്ട് മുതലേ സഭയുടെ പള്ളിയാണ്. ആ സഭയുടെ പള്ളി എന്നുള്ള രീതിയിൽ 1912 കാതോലിക്കാ ബാവ ചുമതലയേറ്റതിന് ശേഷം 1913 അവിടുത്തെ ആളുകൾ, പാത്രിക്കീസ് വിഭാഗത്തിലുള്ളവർ, ആ പള്ളി അവർ പാത്രിക്കീസ് ബാവായിക്ക് വിധേയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടി ഒരു ഭരണക്രമീകരണമല്ല, ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്ന് മാത്രം. 1934 മലങ്കര സഭയുടെ ഭരണഘടന ഉണ്ടായി. 1958 മലങ്കര സഭയിൽ സമാധാനമുണ്ടായി. അന്ന് പാത്രിക്കീസ് പക്ഷത്ത് നിന്നിരുന്നതായ പൗലോസ് ഫീലക്സീനോസ് തിരുമേനി, കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായ അദ്ദേഹവും, നേരത്തെ തന്നെ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായിരുന്ന ഔഗേന്മാർ തീമോത്തിയോസ് തിരുമേനി, ഇവർ ഒരുമിച്ച് കണ്ടനാട് ഭദ്രാസനം ഭരിച്ചുകൊണ്ടിരിക്കെ 58 മുതൽ അതിനുള്ളതായ സംവിധാനങ്ങൾ ശരിയാക്കി. എന്നാൽ 59 പൗലോസ് ഫീലക്സീനോസ് തിരുമേനി അവർ അന്ത്യോക്യൻ മൂവ്മെൻ്റ് ഉണ്ടാക്കി അവിടെ നിന്ന് സഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. 1934 ഭരണഘടന 1959 പള്ളി പൊതുയോഗം പാസ്സാക്കി നടപ്പിലാക്കിയതാണ്. അന്നു മുതൽ അവിടെ യാതൊരു ഉടമ്പടിക്കും പ്രസക്തിയില്ല. എന്നാൽ 34 ഭരണഘടന അനുസരിച്ച് അത് ഭരിക്കപ്പെടണമെന്നുള്ളതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുപ്രീം കോടതി അംഗീകരിച്ചുള്ളതായ ഭരണഘടനയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ 132-ാം വകുപ്പിൽ ഈ ഘടനയിലെ നിബന്ധനയോട് ചേർച്ചയില്ലാത്തതും ആനുകൂല്യമില്ലാത്തതുമായി സഭയിലും ഇടവകളിലും ഉണ്ടായിരിക്കാവുന്ന എല്ലാ ഉടമ്പടികളും ഉദ്യോഗങ്ങളും നടപ്പുകളും ഇതിനാൽ ദുർബലപ്പെടുത്തി റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭരണഘടനയാണ് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ 1959 മുതൽ 913 അവരുണ്ടാക്കിയെന്ന് പറയുന്ന ഉടമ്പടിക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. ആരാധനയ്ക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആരാധന നടത്തുന്നത് സഭയുടെ ഇടവകയുടെ പ്രത്യേകമായ ഭരണക്രമത്തിൽ ഉൾപ്പെടുക എന്നുള്ളതല്ല. ഭരണക്രമത്തിന് മലങ്കര സഭ 34 ഭരണഘടന അനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ആ കോലഞ്ചേരി പള്ളി സഭയുടെ ഭാഗമായതിനാൽ അതിന് ആവശ്യമായിരിക്കുന്ന അതിൻ്റെ മെത്രാപ്പൊലീത്ത അവിടെയുള്ള വൈദികരെ നിയമിച്ചിട്ടുണ്ട്. വൈദികർ ഇടവകയുടെ ഭരണ സംവിധാനങ്ങൾ ക്രമീകരിക്കും. അതിൽ ഇടപെടേണ്ട ആവശ്യം ഈ ഇടവകക്കാർക്കില്ല. നേരെ മറിച്ച് ആരാധനയ്ക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇടവകയിൽ ഭരണക്രമീകരണങ്ങൾ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുമുണ്ട്. അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ജനഹിത പരിശോധന, വോട്ടെടുപ്പ് നടത്തി തീരുമാനിക്കണമെന്നും ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന അടിസ്ഥാനത്തിൽ വസ്തുവകകളൊക്കെ പങ്കിടണം, വീതം വയ്ക്കണം എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തിയുണ്ടോ തിരുവേനി? പള്ളിയുടെ ജനഹിതം എന്ന് പറയുന്നത് പള്ളിയിലെ ഭൗതികമായ കാര്യങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ഭരണം സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ പള്ളിയിലെ ഇടവക പൊതുയോഗം കൂടി തീരുമാനിക്കുകയാണ്. ആ ഇടവക പൊതുയോഗം കൂടി തീരുമാനിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല.
സുപ്രീം കോടതി അംഗീകരിച്ച 1934 ഭരണഘടന അനുസരിച്ച് കോലഞ്ചേരി പള്ളി ഭരിക്കപ്പെടണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് സുപ്രീം കോടതിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 34 ഭരണഘടന അനുസരിച്ചല്ലാതെ അവിടെ പൊതുയോഗം നടത്തുവാനായിട്ട് നിയമപരമായി ആർക്കും കഴിയുകയില്ല. അതിന് ഉള്ള സംവിധാനം 34 ഭരണഘടന അനുസരിച്ച് ഇടവക വികാരി പൊതുയോഗം വിളിക്കും. ഇടവക വികാരിയുടെ അടുത്ത് കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ചവരും ഇടവകങ്ങളുമായിരിക്കുന്നവർ പള്ളിക്കും സഭയ്ക്കും കൊടുക്കാനുള്ള വരുമാനങ്ങളും കൊടുത്തിട്ടുള്ളവർക്ക് ഇടവക പൊതുയോഗത്തിൽ സംബന്ധിക്കാം. ഇടവക പൊതുയോഗത്തിൽ അവർക്ക് ട്രസ്റ്റി കൈക്കാരന്മാരെയും കമ്മിറ്റികളെയും ഒക്കെ തിരഞ്ഞെടുക്കാം. ആ ഒരു രീതിയാണ് 59 മുതൽ ഇന്ന് വരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന. അതിൽ ഇടവക്കാരായ ആളുകൾക്ക് സഹകരിക്കാം. വിഘടിച്ച് നിൽക്കുന്ന പാത്രിക് വിഭാഗത്തിലുള്ളവർ ആ ഇടവക്കാർക്ക് ഈ തരത്തിൽ സംബന്ധിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഓർത്തഡോക്സ് സഭാ നേതൃത്വം മധ്യസ്ഥ ശ്രമങ്ങളോട് മറുതലിച്ചു നിൽക്കുന്നു, സഹകരിക്കുന്നില്ല എന്നുള്ള ആരോപണം, അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ തിരുമേനി? ഇപ്പോഴും മധ്യസ്ഥ ശ്രമത്തിന് ജില്ലാ കോടതിയുടെ വിധി അംഗീകരിച്ചതായ ഹൈക്കോടതിയിൽ നിന്ന് മധ്യസ്ഥ ശ്രമത്തിന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് മധ്യസ്ഥ ശ്രമത്തിന് പോയിട്ടുമുണ്ട്. ഒരു കാര്യം ഇവിടെ ഓർത്തിരിക്കേണ്ടത്, മധ്യസ്ഥന്മാരെന്ന് പറയുമ്പോൾ 2 വിഭാഗങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി പഠിച്ച് അതിനെക്കുറിച്ച് ഒരു തീരുമാനം പറയുവാൻ കഴിവുള്ളവരാകണം. കോടതികളിൽ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ പാത്രികീസ് വിഭാഗത്തിൻ്റെ ആരോപണങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായിരിക്കുന്ന എല്ലാ വാദഗതികളും ഡോക്യുമെൻറ്റുകളും അവിടെ അവർ പ്രസൻറ്റ് ചെയ്തു. ഓർത്തഡോക്സ് വിഭാഗവും അവരുടേതായിരിക്കുന്ന വാദങ്ങൾ മുഖങ്ങൾ പറയുന്നതിനാവശ്യമായിരിക്കുന്ന കാര്യങ്ങളും ഡോക്യുമെൻസും എല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്തു. ഇതിന് ശരിയായി പഠിച്ചതായ വക്കീലന്മാർ ഇതിനെ സംബന്ധിച്ച് വാദഗതികൾ ഉന്നയിച്ചു. ഇത് മുഴുവൻ ശരിയായി വർഷങ്ങളോളം എടുത്ത് പഠിച്ച് ഭംഗിയായിട്ട് അതിന് ഒരു വിധി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നതാണ് സുപ്രീം കോടതി. ഇതുപോലെ പഠിച്ച് വർഷങ്ങളോളം പഠിച്ച് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പറയുവാനുള്ള മധ്യസ്ഥന്മാർ ആരാണ് ഇവിടെ ഉള്ളത്? അങ്ങനെയുള്ള മധ്യസ്ഥന്മാരുണ്ടെങ്കിൽ ഇന്നും നമ്മൾ തയ്യാറാണ്. പക്ഷേ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ വിധി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നിയമമാണ്. അങ്ങനെ നിയമമായിരിക്കുന്നതുകൊണ്ട്, കോടതി വിധി നിയമമായിരിക്കുന്നതുകൊണ്ട് ആ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ മലങ്കര സഭയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഏത് മധ്യസ്ഥ ശ്രമത്തിൻ്റെയും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മലങ്കര സഭയുടെ 1934 ഭരണഘടനയും ആ ഭരണഘടന അംഗീകരിച്ച് സുപ്രീം കോടതി വിധിയുമാണ്. അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള വിധികളും ആ വിധികളെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു മധ്യസ്ഥ ശ്രമത്തിനും പ്രസക്തിയില്ല, സാധുതയുമില്ല. ഓർത്തഡോക്സ് സഭാ നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന പരാതി എപ്പോഴും പാത്രിയാർക്കീസ് വിഭാഗം നേതാക്കൾ ഉന്നയിച്ച് കേൾക്കാറുണ്ട്. അതിലെന്തെങ്കിലും ആ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടോ തിരുമേനി? കോടതി വിധിയും ഭരണഘടനയും മാറ്റിവെച്ചുകൊണ്ട് ഒരിക്കലും ഒരു മധ്യസ്ഥ ശ്രമവും നടക്കില്ല. സഭയ്ക്ക് അതിന് സാധിക്കുകയില്ല. എന്നാൽ അതേ സമയത്ത് അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ 2002 ഭരണഘടനയും ഉണ്ടാക്കി പിരിഞ്ഞുപോയ ആളുകൾക്ക് ഈ 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്ന പള്ളിയിൽ നിന്ന് മാറിപ്പോയവർക്ക് ഇതിൽ യാതൊരു അവകാശവും അധികാരവും ഇല്ല. എങ്കിലും അവരെ പ്രീതിപ്പെടുത്തുവാൻ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന പോംവഴികൾ, പോക്കുവരവുകൾ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ മന്ത്രിസഭാ ഉപസമിതി ഇതിനകത്ത് ഇടപെട്ട് അനേക പ്രാവശ്യങ്ങൾ ചർച്ച ചെയ്തു. അനേക പ്രാവശ്യം, എത്ര പ്രാവശ്യമാണെന്ന് തന്നെ ഓർക്കുന്നില്ല. പക്ഷേ അവിടെയെല്ലാം ഒരു ദിവസം പറഞ്ഞ് തീരുമാനിച്ചു വെക്കുന്നതായ തീരുമാനങ്ങൾ പിറ്റേ ദിവസം പാത്രികീസ് വിഭാഗം മാറ്റി പറയുകയോ അതിന് വിപരീതമായി പറയുകയോ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്
മലങ്കര സഭയല്ല ഒക്കെ മാത്രമല്ല ബോധ്യമുള്ളത്, മന്ത്രിസഭാ ഉപസമിതിക്കും അവിടെ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ള നഗ്നമായ സത്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആരോട് ഇനി എന്താണ് മധ്യസ്ഥ ശ്രമം നടത്തേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കിയാൽ നന്ന്. കാശുള്ള പള്ളികളിലെ കേസുള്ളൂ എന്നൊരു പരാമർശം പലയിടത്തും കേൾക്കുന്നുണ്ട്. ആ പരാമർശത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? കാശുള്ള പള്ളിയിലും കാശില്ലാത്ത പള്ളിയിലും കേസുണ്ട്. കാശല്ല കേസിൻ്റെ അടിസ്ഥാനം. പള്ളികളിൽ എങ്ങനെ പള്ളി ഭരിക്കപ്പെടണം, ആരുടെ അധീനതയിലായിരിക്കണം. 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്നതായ ഈ സഭയ്ക്ക് ആ സഭയുടെ ഹിതമനുസരിച്ചാണ് കോലഞ്ചേരി പള്ളി ഭരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് കോലഞ്ചേരി പള്ളിക്ക് സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടാവും. എന്നാൽ അതേ സമയത്ത് കോലഞ്ചേരി പള്ളിയുടെ സ്വത്തെന്ന് പറയുന്നത് ആ പള്ളിയിലെ ഇടവകക്കാരാണ് പ്രധാനമായും. കോലഞ്ചേരി പള്ളിയുടെ പോലെ തന്നെ കേസുകളുള്ള വളരെ ചെറിയ പള്ളികൾ ഇഷ്ടം പോലെയുണ്ട്. എടമറുക് പള്ളി, ആറ്റുകുന്ന് പള്ളി, ഗലീലാക്കുന്ന് ഊരമനപ്പള്ളി, ഇതൊക്കെ വളരെ ഞെരുങ്ങി നടക്കുന്നതായ പള്ളികളാണെങ്കിൽ അവിടെ എല്ലാം കേസുകളുണ്ട്. അതുകൊണ്ട് കാശും കേസുമായിട്ട് ബന്ധമൊന്നുമില്ല. സമ്പത്തിനു വേണ്ടി അല്ല ഇവിടെ കേസ് പറയുന്നത്, ഒരു പ്രിൻസിപ്പിൾ തത്വത്തിനാണ്. സഭ ഭരിക്കപ്പെടേണ്ടത് 34 ഭരണഘടന അനുസരിച്ചാണെന്ന് പറഞ്ഞു. ആ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്നതായ സഭ അതിൻ്റെ പള്ളികൾ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥമാണ്.